പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, തോമസ് കെ തോമസ് പറഞ്ഞതിൽ താങ്കളെടുത്ത പ്രതികരണത്തോടൊരു കടുത്ത പ്രതികരണം വന്നിട്ടുണ്ട്. അത് സ്വാർത്ഥതയാണ്, ഈ സമയത്ത് രാജിവെച്ചു പോവുക, പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നൊക്കെ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നത് സ്വാർത്ഥതയാണെന്നാണ് AK ശശീന്ദ്രനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം. അതുകൂടി ഇപ്പോൾ പ്രധാനമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ തീരുമാനം ഏറെക്കുറെ ആയിരിക്കുന്നു. ഇനി അത് പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അവസാനത്തെ ഒരു സമ്മർദ്ദമാണ് അല്ലേ, എനിക്കൊരു മാന്യമായ വിടവാങ്ങൽ വേണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. മന്ത്രിസ്ഥാനത്തേക്ക് MLA സ്ഥാനം രാജിവെക്കും, ഇതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? തീർച്ചയായും അത് തന്നെയാണ്, കൃത്യമായ സമ്മർദ്ദതന്ത്രമാണ് AK ശശീന്ദ്രൻ പറയുന്നത്. അദ്ദേഹം വളരെ സൗമ്യമായ ഭാഷയിൽ പറയുന്നു എന്ന് മാത്രമാണ്, കൃത്യമായ നിലപാട് വ്യക്തമാണ്. താൻ പാർലമെന്ററി രാഷ്ട്രീയം ഉപേക്ഷിക്കണം, ഏതെങ്കിലും രീതിയിൽ മന്ത്രിസ്ഥാനം പോയാൽ അത് MLA സ്ഥാനവും ഉൾപ്പെടെ രാജിവെച്ച് പോവും. കാരണം തനിക്ക് ഒരു കൃത്യമായ ഒരു വിടവാങ്ങൽ വേണം. താൻ രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുന്നു. മണ്ഡലത്തിലെ ജനങ്ങളോട് എന്തു പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അത് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി സംസ്ഥാന അധ്യക്ഷനും അഖിലേന്ത്യാ അധ്യക്ഷനും അടക്കമുള്ളവരാണ് അതിൽ കൂടുതൽ തീരുമാനമെടുക്കേണ്ടത്. എങ്കിലും താൻ പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. അക്കാര്യം നേരത്തെ തന്നെ അറിയിച്ചതാണ്. കഴിഞ്ഞ ദിവസം 4 അംഗ കമ്മിറ്റി, നേരത്തെ തന്നെ ഇന്നലെ റിപ്പോർട്ടർ റിവ്യൂവിൽ R ശ്രീജിത്ത് പുറത്തുവിട്ട വാർത്തയായിരുന്നു ഈ AK ശശീന്ദ്രൻ അനുനയിപ്പിക്കാൻ 4 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്ന കാര്യം. അക്കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ നേരിട്ട് വന്ന് 4 അംഗ കമ്മിറ്റി കണ്ടിരുന്നു. ആ കമ്മിറ്റിയോടും അദ്ദേഹം ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. താൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്, മന്ത്രിസ്ഥാനവും രാജിവെക്കാൻ തയ്യാറാണ്. ഏതെങ്കിലും രീതിയിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ താൻ MLA സ്ഥാനവും രാജിവെക്കും. അതൊരു വലിയ സമ്മർദ്ദതന്ത്രമാണ്. കാരണം ഇതേ അനുഭവത്തിലൂടെ കഴിഞ്ഞ വർഷം, കാരണം 3 MLA-മാരുണ്ടായിരുന്ന NCP-യിൽ നിന്ന് മാണി CP കാപ്പൻ പോയതാണ്. അത് പിന്നെ ആ മണ്ഡലം കുറേ കാലത്തിന് ശേഷം പാല കിട്ടിയതാണ്. പക്ഷേ അതിനുശേഷം മാണി CP കാപ്പൻ പോയതോടുകൂടി പാല NCP-യുടെ കയ്യിൽ നിന്ന് പോയി. ഇനി 2 മണ്ഡലമാണുള്ളത്. AK ശശീന്ദ്രൻ രാജിവെച്ചാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും, ഒപ്പം മുന്നണിക്കും തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ സമീപകാലത്തെ ഏറ്റവും LDF സർക്കാരിനെയും LDF-നെയും ബാധിക്കുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ്, അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണമാണ് AK ശശീന്ദ്രൻ റിപ്പോർട്ടിലൂടെ നടത്തിയിരിക്കുന്നത്. താൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ താൻ മന്ത്രിസ്ഥാനത്തിനൊപ്പം MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാണ്. അത്തരത്തിലൊരു പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. ആ രീതിയിൽ താൻ മുന്നോട്ട് പോകുമെന്നുള്ള കൃത്യമായ നിലപാട് വളരെ സൗമ്യമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒരു സൗമ്യ കലാപത്തിനൊരുങ്ങുകയാണ് AK ശശീന്ദ്രൻ എന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ പറയുന്നത്.